ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 46-ാം അധ്യായമാണ്. 46-ാം അധ്യായത്തിൽ ആകെ 20 വാക്യങ്ങളാണുള്ളത്. 20 വാക്യങ്ങൾ 2 ശീർഷകത്തിന് കീഴിലാണ് വരുന്നത്. ആദ്യത്തെ ശീർഷകം ജോഷുവയും കാലേബും, രണ്ടാമത്തെ ശീർഷകം ന്യായാധിപന്മാർ സാമുവേൽ. ആദ്യത്തെ ശീർഷകം 46-ാം അധ്യായം 1 മുതൽ 10 വരെയും രണ്ടാമത്തെ ശീർഷകം 11 മുതൽ 20 വരെയുമാണ് ഉള്ളത്. ഇപ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകം 46-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത്? പ്രഭാഷകൻ്റെ പുസ്തകം 46-ാം അധ്യായം 20 വാക്യങ്ങളാണുള്ളത്. പ്രഭാഷകൻ്റെ പുസ്തകം 46-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ശീർഷകം എന്താണ്? പ്രഭാഷകൻ്റെ പുസ്തകം 46-ാം അധ്യായത്തിലെ ആദ്യത്തെ ശീർഷകം എന്ന് പറയുന്നത് ജോഷുവയും കാലേബും എന്നതാണ്. ജോഷുവയും കാലേബും എന്നതാണ് ആദ്യത്തെ ശീർഷകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വചനങ്ങളിലൂടെ കടന്നു പോകാം. ജോഷുവയും കാലേബും. 46:1 നൂനിൻ്റെ പുത്രൻ ജോഷുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു. അവൻ തൻ്റെ നാമത്തിനൊത്ത് ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു. അപ്പം നൂനിൻ്റെ പുത്രനായ ജോഷുവ ആരായിരുന്നു എന്ന പ്രഭാഷകൻ പറയുന്നത്? നൂനിൻ്റെ പുത്രനായ ജോഷുവ യുദ്ധവീരനായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. നൂനിൻ്റെ പുത്രൻ ജോഷുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നു. നൂനിൻ്റെ പുത്രനായ ജോഷുവ എന്തിലായിരുന്നു മോശയുടെ പിൻഗാമി? നൂനിൻ്റെ പുത്രനായ ജോഷുവ പ്രവാചകന്മാരിലായിരുന്നു മോശയുടെ പിൻഗാമി. നൂനിൻ്റെ പുത്രനായ ജോഷുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ജോഷുവ ഉത്തമനായ ആരായിരുന്നു? ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ജോഷുവ ഉത്തമനായ രക്ഷകനായിരുന്നു. അവൻ തൻ്റെ നാമത്തിനൊത്ത് ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. ജോഷുവ തൻ്റെ എന്തിനൊത്താണ് ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനായിരുന്നത്? ജോഷുവ തൻ്റെ നാമത്തിനൊത്താണ് ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനായിരുന്നത്. അവൻ തൻ്റെ നാമത്തിനൊത്ത് ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ച ആരോടാണ് ജോഷുവ പ്രതികാരം ചെയ്തത്? ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോടാണ് ജോഷുവ പ്രതികാരം ചെയ്തത്. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവർക്ക് എന്താണ് ജോഷുവ നേടിക്കൊടുത്തത്? ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശമാണ് നേടിക്കൊടുത്തത്. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു. അപ്പം 46:1 നൂനിൻ്റെ പുത്രനായ ജോഷുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു. അവൻ തൻ്റെ നാമത്തിനൊത്ത് ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു. 46:2 നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു. അപ്പോൾ എന്തിനെതിരെ ജോഷുവ വാളുയർത്തിയതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ 46:2 പറയുന്നത്. നഗരങ്ങൾക്കെതിരെ ജോഷുവ വാളുയർത്തിയതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ 46:2 പറയുന്നത്. നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു. നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എന്തായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു. നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു. 46:2 നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു. 46:3 അവന് മുൻപ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത്? അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. അപ്പം അവന് മുമ്പ് ആരാണ് ഇത്ര എന്തായി നിലകൊണ്ടിട്ടുള്ളതെന്ന് പ്രഭാഷകൻ പറയുന്നത്? അവന് മുമ്പ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത്? അവന് മുൻപ് ആരാണ്
ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത്? ജോഷുവ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ജോഷുവ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. 46:3 അവന് മുൻപ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത്? അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. 46:4 അവൻ്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് 2 ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ? ജോഷുവയുടെ കരം എന്തിനെ തടഞ്ഞു നിർത്തിയില്ലേ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്. ജോഷുവയുടെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്. അവൻ്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് എത്ര ദിവസത്തെ ദൈർഘ്യം ഉണ്ടായില്ലേ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്. ഒരു ദിവസത്തിന് 2 ദിവസത്തെ ദൈർഘ്യം ഉണ്ടായില്ലേ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്. ഒരു ദിവസത്തിന് 2 ദിവസത്തെ ദൈർഘ്യം ഉണ്ടായില്ലേ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്. അപ്പം ഒരു ദിവസത്തിന് 2 ദിവസത്തെ ദൈർഘ്യം ഉണ്ടായില്ലേ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്. 46:4 അവൻ്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് 2 ദിവസത്തെ ദൈർഘ്യം ഉണ്ടായില്ലേ? 46:5 ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. എന്താ ദൈവത്തെ വിശേഷിപ്പിക്കുന്ന വാക്യം എന്താണ്? 45:6 ശക്തനായവൻ അത്യുന്നതൻ, ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. ആര് ചുറ്റും വളഞ്ഞപ്പോഴാണ് ജോഷുവ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചത്? ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോഴാണ് ജോഷുവ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചത്. ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. 46:5 ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. 46:6 ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ച് അവന് ഉത്തരമരുളി. ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. ബദ്ഹാറോൺ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു. അങ്ങനെ ജനതകൾ അവൻ്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ശക്തനായവനെ അവൻ പൂർണ്ണമായി പിഞ്ചുന്നു. ഉന്നതനായ കർത്താവ് ശക്തമായ എന്തയച്ചാണ് ജോഷുവയ്ക്ക് ഉത്തരമരുളിയത്? ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ചാണ് ജോഷുവയ്ക്ക് ഉത്തരമരുളിയത്. ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ച് അവന് ഉത്തരമരുളി. ആ ജനതയെ ജോഷുവ എന്തിനാണ് കീഴടക്കിയത്? ആ ജനതയെ ജോഷുവ യുദ്ധത്തിലാണ് കീഴടക്കിയത്. ആ ജനതയെ ജോഷുവ യുദ്ധത്തിലാണ് കീഴടക്കിയത്. ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. ഏത് ഇറക്കത്തിൽ വെച്ചാണ് ജോഷുവ ശത്രുക്കളെ നശിപ്പിച്ചത്? ബദ്ഹറോൺ ഇറക്കത്തിൽ വെച്ചാണ് ജോഷുവ ശത്രുക്കളെ നശിപ്പിച്ചത്. ബദ്ഹറോൺ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു. അങ്ങനെ ജനതകൾ ജോഷുവയുടെ എന്താണ് കണ്ടത്? അങ്ങനെ ജനതകൾ ജോഷുവയുടെ സേനാബലമാണ് കണ്ടത്. അങ്ങനെ ജനതകൾ ജോഷുവയുടെ സേനാബലം കണ്ടു. അങ്ങനെ ജനതകൾ അവൻ്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ജോഷുവ ആരുടെ സന്നിധി യുദ്ധം ചെയ്യുന്നതായാണ് ജനതകൾ മനസ്സിലാക്കിയത്? ജോഷുവ ദൈവത്തിൻ്റെ സന്നിധിയിൽ യുദ്ധം ചെയ്യുന്നതായാണ് ജനതകൾ മനസ്സിലാക്കിയത്. അങ്ങനെ ജനതകൾ അവൻ്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ആരെയാണ് ജോഷുവ പൂർണ്ണമായി പിഞ്ചുന്നത്? ശക്തനായവനെയാണ് ജോഷുവ പൂർണ്ണമായി പിഞ്ചുന്നത്. ശക്തനായവനെ അവൻ പൂർണ്ണമായി പിഞ്ചുന്നു. 46:6 ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ച് അവന് ഉത്തരമരുളി. ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. ബാദ്ഹറോൺ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു. അങ്ങനെ ജനതകൾ അവൻ്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ശക്തനായവനെ അവൻ പൂർണ്ണമായി പിഞ്ചുന്നു.
46:7 മോശയുടെ കാലത്ത് അവൻ ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു. യെഫുന്നെയുടെ പുത്രൻ കാലേബിനടുത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു. മോശയുടെ കാലത്ത് ജോഷുവ എന്താണ് അനുഷ്ഠിച്ചത്? മോശയുടെ കാലത്ത് ജോഷുവ ഒരു വിശ്വസ്ത കർമ്മമാണ് അനുഷ്ഠിച്ചത്. മോശയുടെ കാലത്ത് അവൻ ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു. ആരോടൊത്താണ് ജോഷുവ സമൂഹത്തെ ഒന്നാകെ നേരിട്ടത്? കാലേബിനോടൊത്താണ് ജോഷുവ സമൂഹത്തെ ഒന്നാകെ നേരിട്ടത്. യെഫുന്നെയുടെ പുത്രൻ കാലേബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. കാലേബിൻ്റെ പിതാവ് ആരാണ്? യെഫുന്നെയാണ് കാലേബിൻ്റെ പിതാവ്. യെഫുന്നെയുടെ പുത്രൻ കാലേബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. കാലേബും ജോഷുവയും ചേർന്ന് ജനത്തെ എന്തിൽ നിന്നാണ് പിന്തിരിപ്പിച്ചത്? കാലേബും ജോഷുവയും ചേർന്ന് ജനത്തെ പാപത്തിൽ നിന്നാണ് പിന്തിരിപ്പിച്ചത്. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു. കാലേബും ജോഷുവയും ചേർന്ന് ജനത്തിന് ദുഷ്ടമായ എന്താണ് നിർത്തുകയും ചെയ്തത്? കാലേബും ജോഷുവയും ചേർന്ന് ജനത്തിൻ്റെ ദുഷ്ടമായ പിറുപിറുപ്പാണ് നിർത്തുകയും ചെയ്തത്. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു. 46:7 മോശയുടെ കാലത്ത് അവൻ ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു. യെഫുന്നെയുടെ പുത്രൻ കാലേബിനടുത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു. 46:8 ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 6 ലക്ഷം യോദ്ധാക്കളിൽ ഇവർ രണ്ടുപേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. അപ്പം ജനത്തെ അവരുടെ എന്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് കാലേബും ജോഷുവയും അവശേഷിച്ചത്? ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് കാലേബും ജോഷുവയും അവശേഷിച്ചത്. ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 6 ലക്ഷം യോദ്ധാക്കളിൽ ഇവർ രണ്ടുപേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. ജനത്തെ തേനും പാലും ഒഴുകുന്ന എവിടെ പ്രവേശിപ്പിക്കുന്നതിനാണ് കാലേബും ജോഷുവയും അവശേഷിച്ചത്? ജനത്തെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിനാണ് കാലേബും ജോഷുവയും അവശേഷിച്ചത്. അപ്പോൾ ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 6 ലക്ഷം യോദ്ധാക്കളിൽ ഇവർ 2 പേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. അപ്പം ജനത്തെ തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനാണ് ഇവർ അവശേഷിച്ചത്. അപ്പം 46:8 ജനത്തെ അവരുടെ അവകാശത്തേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 6 ലക്ഷം യോദ്ധാക്കളിൽ ഇവർ 2 പേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. കർത്താവ് ആർക്ക് ശക്തി കൊടുത്തതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ 46:9 പറയുന്നത്. കർത്താവ് കാലേബിന് ശക്തി കൊടുത്തതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ 46:9 പറയുന്നത്. കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. കർത്താവ് കാലേബിന് കൊടുത്ത ശക്തി എപ്പോൾ വരെ നിലനിന്നതായാണ് പ്രഭാഷകൻ പറയുന്നത്? കർത്താവ് കാലേബിന് കൊടുത്ത ശക്തി വാർദ്ധക്യം വരെ നിലനിന്നതായാണ് പ്രഭാഷകൻ പറയുന്നത്. കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. കാലേബ് ഏത് സ്ഥലം കൈയടക്കിയതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? കാലേബ് മലപ്രദേശം കൈയടക്കിയതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്. അവൻ മലപ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. കാലേബ് മലപ്രദേശം കൈയടക്കി ആർക്കാണ് അവകാശം നൽകിയത്? അവൻ മലപ്രദേശം കൈയടക്കി മക്കൾക്കാണ് അവകാശമായി നൽകിയത്. അവൻ മലപ്രദേശം കൈയടക്കി മക്കൾക്കാണ് അവകാശമായി നൽകിയത്. 46:9 കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻ മലപ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. 46:10 കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി. കർത്താവിനെ എന്ത് ചെയ്തത് നല്ലതാണെന്നാണ് പ്രഭാഷകൻ സൂചിപ്പിക്കുന്നത്. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണ് എന്നാണ് പ്രഭാഷകൻ സൂചിപ്പിക്കുന്നത്. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ ആരുമാണ് മനസ്സിലാക്കിയത്? കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരുമാണ് മനസ്സിലാക്കിയത്. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും
മനസ്സിലാക്കി. 46:10 കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി. ഇനി നമുക്ക് ഇതിൻ്റെ ആദ്യം മുതൽ 46:1 മുതൽ നമുക്ക് ഒന്നും കൂടി വായിച്ചു വരാം. ജോഷുവയും കാലേബും. 46:1 നൂനിൻ്റെ പുത്രൻ ജോഷുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നു. അവൻ തൻ്റെ നാമത്തിനൊത്ത് ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു. 46:2 നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു. 46:3 അവന് മുൻപ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത്? അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. 46:4 അവൻ്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് 2 ദിവസത്തെ ദൈർഘ്യം ഉണ്ടായില്ലേ? 46:5 ശത്രുക്കൾ ചുറ്റുമുടഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. 46:6 ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ച് അവൻ ഉത്തരമരുളി. ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. ബെത്ഹാറോൺ ഇറക്കത്തി വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു. അങ്ങനെ ജനതകൾ അവൻ്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ശക്തനായവനെ അവൻ പൂർണ്ണമായി പിഞ്ചുന്നു. 46:7 മോശയുടെ കാലത്ത് അവൻ ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു. യെഫുന്നായുടെ പുത്രൻ കാലേബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു. 46:9 ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 6 ലക്ഷം യോദ്ധാക്കളിൽ ഇവർ 2 പേർ മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ. 46:9 കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻ മലപ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. 46:10 കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി. നമുക്ക് 46-ാം അധ്യായം 11-ാം വാക്യം മുതൽ വധിക്കാം. ന്യായാധിപന്മാർ സാമുവേൽ എന്ന ശീർഷകത്തിന് കീഴിൽ വരുന്ന വാക്യങ്ങൾ 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ഈ ശീർഷകത്തിന് കീഴിൽ വരുന്നത്. 46:11 അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. അപ്പം ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ 46:11 പറയുന്നത്? ന്യായാധിപന്മാരെക്കുറിച്ചാണ് പ്രഭാഷകൻ 46:11 പറയുന്നത്. അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട്. എന്തറിയാത്ത ഹൃദയത്തോടു കൂടിയവരാണ് ന്യായാധിപന്മാർ? അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയവരാണ് ന്യായാധിപന്മാർ. അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട്. ആരിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്. അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട്. ന്യായാധിപന്മാരുടെ എന്ത് അനുഗ്രഹീതമായിരിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ന്യായാധിപന്മാരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. ന്യായാധിപന്മാരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. 46:11 അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. 46:12 ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. സംപൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ. ന്യായാധിപന്മാരുടെ എന്ത് നവജീവൻ പ്രാപിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ന്യായാധിപന്മാരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. ന്യായാധിപന്മാരുടെ അസ്ഥികൾ എവിടെ നിന്ന് നവജീവൻ പ്രാപിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ന്യായാധിപന്മാരുടെ അസ്ഥികൾ ശവകുടീരങ്ങളിൽ നിന്ന് നവജീവൻ പ്രാപിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. സംപൂജ്യരായ അവരുടെ നാമം ആരിലൂടെ ജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? സംപൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. സംപൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ.
സംപൂജിതരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ. 46:12 ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. സംപൂജിതരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ. ഈ 46:13 കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവേൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. കർത്താവിന് പ്രിയങ്കരനായ ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ 46:13 പറയുന്നത്? കർത്താവിന് പ്രിയങ്കരനായ സാമുവേലിനെ കുറിച്ചാണ് പ്രഭാഷകൻ 46:13 പറയുന്നത്. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവേൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. സാമുവേൽ കർത്താവിൻ്റെ ആരായിരുന്നു എന്നാണ് പ്രഭാഷകൻ 46:13 പറയുന്നത്? സാമുവേൽ കർത്താവിൻ്റെ പ്രവാചകനായിരുന്നു എന്നാണ് പ്രവാചകൻ 46:13 പറയുന്നത്. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവേൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. സാമുവേൽ എന്ത് സ്ഥാപിച്ചതിനെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? സാമുവേൽ രാജ്യം സ്ഥാപിച്ചതിനെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവേൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് ഭരണാധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. സാമുവേൽ ജനത്തിന് ആരെ അഭിഷേചിക്കുകയും ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? സാമുവേൽ ജനത്തിന് ഭരണാധിപന്മാരെ അഭിഷേചിക്കുകയും ചെയ്തു എന്നാണ് അധികാരികളെ. സാമുവേൽ ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവേൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. 46:13 കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവേൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. 46:14 കർത്താവിൻ്റെ നിയമം അനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി. കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു. കർത്താവിൻ്റെ നിയമം അനുസരിച്ച് സാമുവേൽ സമൂഹത്തിൽ എന്താണ് നടത്തിയത്? കർത്താവിൻ്റെ നിയമം അനുസരിച്ച് സാമുവേൽ സമൂഹത്തിൽ ന്യായമാണ് നടത്തിയത്. കർത്താവിൻ്റെ നിയമം അനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി. കർത്താവ് ആരെ സംരക്ഷിച്ചു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു. 46:14 കർത്താവിൻ്റെ നിയമം അനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി. കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു. 46:15 വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു. വാക്കുകളിലൂടെ വിശ്വാസനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു. എന്ത് നിമിത്തമാണ് സാമുവേൽ പ്രവാചകനാണെന്ന് തെളിഞ്ഞത്? വിശ്വസ്തത നിമിത്തമാണ് സാമുവേൽ പ്രവാചകനാണെന്ന് തെളിഞ്ഞത്. വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു. വിശ്വാസനായ എന്തായാണ് സാമുവേൽ അറിയപ്പെട്ടത്? വിശ്വാസനായ ദീർഘദർശിയായാണ് സാമുവേൽ അറിയപ്പെട്ടത്. വാക്കുകളിലൂടെ വിശ്വാസനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു. 46:15 എന്തിലൂടെയാണ് വിശ്വാസനായ ദീർഘദർശിയായി സാമുവേൽ അറിയപ്പെട്ടത്? വാക്കുകളിലൂടെയാണ് വിശ്വാസനായ ദീർഘദർശിയായി സാമുവേൽ അറിയപ്പെട്ടത്. വാക്കുകളിലൂടെ വിശ്വാസനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു. 46:15 വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു. വാക്കുകളിലൂടെ വിശ്വാസനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു. 46:16 ശത്രുക്കൾ എല്ലാ വശത്തും നിന്ന് ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു. ശത്രുക്കൾ എല്ലാ വശത്തു നിന്ന് ഞെരുക്കിയപ്പോൾ സാമുവേൽ എപ്രകാരമുള്ള കർത്താവിനെയാണ് വിളിച്ചപേക്ഷിച്ചത്? ശത്രുക്കൾ എല്ലാ വശത്തു നിന്ന് ഞെരുക്കിയപ്പോൾ സാമുവേൽ ശക്തനായ കർത്താവിനെയാണ് വിളിച്ചപേക്ഷിച്ചത്. ശത്രുക്കൾ എല്ലാ വശത്തു നിന്ന് ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നതിനോടൊപ്പം മുലകുടിക്കുന്ന എന്തിനെയാണ് സാമു ബലിയർപ്പിച്ചത്? കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നതിനോടൊപ്പം മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെയാണ് സാമുവേൽ ബലിയർപ്പിച്ചത്. ശത്രുക്കൾ എല്ലാ വശത്തു നിന്ന് ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു. 46:16 ശത്രുക്കൾ എല്ലാ വശത്തുനിന്നും ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു.
46:17 അപ്പോൾ കർത്താവ് ആകാശത്തെ ഇടിമുഴക്കി, അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി. അപ്പോൾ കർത്താവ് ആകാശത്തിൽ എന്ത് ചെയ്തു എന്ന പ്രഭാഷകൻ പറയുന്നത്? അപ്പോൾ കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അപ്പോൾ കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. കർത്താവിൻ്റെ എന്താണ് ശക്തമായി മുഴങ്ങിയതായി പ്രഭാഷകൻ പറയുന്നത്? കർത്താവിൻ്റെ ശബ്ദമാണ് ശക്തമായി മുഴങ്ങിയതായി പ്രഭാഷകൻ പറയുന്നത്. അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി. അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി. 46:17 അപ്പോൾ കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി, അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി. 46:18 ടയറിലെ ജനനേതാക്കളെയും ഫിലിസ്തീയ ഭരണാധികാരികളെയും അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്തു. എവിടെയുള്ള ജനനേതാക്കളെയാണ് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്തതായി പറയുന്നത്? ടയറിലുള്ള ജനനേതാക്കളെയാണ് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്തതായി പറയുന്നത്. ടയറിലെ ജനനേതാക്കളെയും ഫിലിസ്തീയ ഭരണാധികാരികളെയും അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്തു. ഏത് ഭരണാധികാരികളെയാണ് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്തതായി പ്രഭാഷകൻ പറയുന്നത്? ഫിലിസ്തീയ ഭരണാധികാരികളെയാണ് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്തതായി പ്രഭാഷകൻ പറയുന്നത്. ടയറിലെ ജനനേതാക്കളെയും ഫിലിസ്തീയ ഭരണാധികാരികളെയും അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്തു. 46:18 ടയറിലെ ജനനേതാക്കളെയും ഫിലിസ്തീയ ഭരണാധികാരികളെയും അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്തു. 46:19 നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവേൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുൻപിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു, ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല, ആരും അവനെ കുറ്റം ആരോപിച്ചില്ല. സാമുവേൽ ആരെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞതിനെക്കുറിച്ച് പ്രഭാഷകൻ പറയുന്നത്? സാമുവേൽ ആരെ സാക്ഷി നിർത്തിയത്? സാമുവേൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞതായിട്ടാണ് പ്രഭാഷകൻ പറയുന്നത്. നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവേൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുൻപേ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു. ആരുടെയും അവിടുത്തെ മറ്റാരുടെയും കർത്താവിൻ്റെയും അവിടുത്തെ മറ്റാരുടെ മുമ്പിലാണ് സാമുവേൽ ജനത്തെ സാക്ഷി നിർത്തിയത്? കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുൻപിലാണ് സാമുവേൽ ജനത്തെ സാക്ഷി നിർത്തിയത്. കർത്താവിൻ്റെയും നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവേൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുൻപിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു. എന്തിനു മുൻപായാണ് സാമുവേൽ ഇപ്രകാരം ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞത്? നിത്യനിദ്രയ്ക്ക് മുൻപായാണ് സാമുവേൽ ഇപ്രകാരം ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞത്. നിത്യനിദ്രയ്ക്ക് മുൻപായി സാമുവേൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുൻപിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു. ഞാൻ ആരുടെയും എന്ത് കയ്യേറിയിട്ടില്ല എന്നാണ് സാമുവേൽ വിളിച്ചു പറഞ്ഞത്? ഞാൻ ആരുടെ സ്വത്ത് കയ്യേറിയിട്ടില്ല എന്നാണ് സാമുവേൽ വിളിച്ചു പറഞ്ഞത്. ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല എന്നാണ് സാമുവേൽ വിളിച്ചു പറഞ്ഞത്. ഞാൻ ആരുടെ സ്വത്ത് കയ്യേറിയിട്ടില്ല. ഞാൻ ഒരു ജോഡി എന്തുപോലും എടുത്തിട്ടില്ല എന്നാണ് സാമുവേൽ പറഞ്ഞത്. ഞാൻ ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല എന്നാണ് സാമുവേൽ പറഞ്ഞത്. ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല. ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല. ആരും അവനെ എന്താരോപിച്ചില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ആരും അവനെ കുറ്റം ആരോപിച്ചില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല. ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല. 46:19 നിത്യനിധിക്ക് മുമ്പായി സാമുവേൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുൻപിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു, ഞാൻ ആരുടെ സ്വത്ത് കയ്യേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല, ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല. 46:20 നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ പ്രവചിച്ചു. രാജാവിനെ അവൻ്റെ മരണം മുൻകൂട്ടി അറിയിച്ചു. ജനത്തിൻ്റെ ദുഷ്ടത മായച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരം ഉയർത്തി പ്രവചിച്ചു. നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ എന്തു ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ പ്രവചിച്ചു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ പ്രവചിച്ചു. നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ പ്രവചിച്ചു. ആരെയാണ് സാമുവേൽ തൻ്റെ മരണം മുൻകൂട്ടി അറിയിച്ചത്? രാജാവിനെയാണ് സാമുവേൽ തൻ്റെ മരണം മുൻകൂട്ടി അറിയിച്ചത്. രാജാവിനെ അവൻ്റെ മരണം മുൻകൂട്ടി അറിയിച്ചു. രാജാവിനെ അവൻ്റെ മരണം മുൻകൂട്ടി അറിയിച്ചു. എവിടെ നിന്ന് സാമുവേൽ സ്വരം ഉയർത്തി പ്രവചിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത്? മണ്ണിൽ നിന്ന് സാമുവേൽ സ്വരം ഉയർത്തി പ്രവചിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത്. ജനത്തിൻ്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരം ഉയർത്തി പ്രവചിച്ചു.
ജനത്തിൻ്റെ ദുഷ്ടത മായ്ച്ചു കളയുവാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരം ഉയർത്തി പ്രവചിച്ചു. ജനത്തിൻ്റെ എന്ത് മായ്ച്ചു കളയാനാണ് സാമുവൽ മണ്ണിൽ നിന്ന് സ്വരം ഉയർത്തി പ്രവചിച്ചത്? ജനത്തിൻ്റെ ദുഷ്ടത മായ്ച്ചു കളയാനാണ് സാമുവൽ മണ്ണിൽ നിന്ന് സ്വരം ഉയർത്തി പ്രവചിച്ചത്. ജനത്തിൻ്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരം ഉയർത്തി പ്രവചിച്ചു. ജനത്തിൻ്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ അവൻ മണ്ണിൽ നിന്ന് സ്വരം ഉയർത്തി പ്രവചിച്ചു, ദുഷ്ടത മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 46:20 നിദ്ര പ്രാപിച്ചതിന് ശേഷവും അവൻ പ്രവചിച്ചു. രാജാവിനെ അവൻ്റെ മരണം മുൻകൂട്ടി അറിയിച്ചു. ജനത്തിൻ്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരം ഉയർത്തി പ്രവചിച്ചു. ഇപ്പം 46-ാം അധ്യായം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പം ഈ 46-ാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. 11 മുതലുള്ള ഭാഗങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി വായിച്ചൊന്ന് ഹൃദിസ്ഥമാക്കാം. ന്യായാധിപന്മാർ സാമുവൽ 46:11 അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. 46:12 ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. സമ്പൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ. 46:13 കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരിയുടെ അഭിഷേചിക്കുകയും ചെയ്തു. 46:14 കർത്താവിന്റെ നിയമം അനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി. കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു. 46:15 വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു. വാക്കുകളിലൂടെ വിശ്വാസനായി ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു. 46:16 ശത്രുക്കൾ എല്ലാ വശത്തു നിന്ന് ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു. 46:17 അപ്പോൾ കർത്താവ് ആകാശത്തെ ഇടിമുഴക്കി, അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി. 46:18 ടൈറിലെ ജനനേതാക്കളെയും ഫിലിസ്തീയ ഭരണാധികാരികളെയും അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്തു. 46:19 നിത്യനിധിക്ക് മുമ്പായി സാമുവൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുൻപിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു, ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല, ആരും അവനെ കുറ്റം ആരോപിച്ചില്ല. 46:20 നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ പ്രവചിച്ചു. രാജാവിനെ അവൻ്റെ മരണം മുൻകൂട്ടി അറിയിച്ചു. ജനത്തിൻ്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരം ഉയർത്തി പ്രവചിച്ചു. ഇനി നമുക്ക് 46-ാം അധ്യായം 1 മുതൽ 20 വരെ നമുക്കൊന്നും കൂടെ വായിച്ച് ഹൃദിസ്ഥമാക്കാം. ജോഷുവയും കാലേബും. 46:1 നൂനിൻ്റെ പുത്രൻ ജോഷുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നു. അവൻ തൻ്റെ നാമത്തിനൊത്ത് ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു. 46:2 നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു. 46:3 അവന് മുൻപ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത്? അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. 46:4 അവൻ്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് 2 ദിവസത്തെ ദൈർഘ്യം ഉണ്ടായില്ലേ? 46:5 ശത്രുക്കൾ ചുറ്റുമുടഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. 46:6 ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ച് അവന് ഉത്തരമരുളി. ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. ബദ്ഹാറോൺ ഇറക്കത്തി വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു. അങ്ങനെ ജനതകൾ അവൻ്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ശക്തനായവനെ അവൻ പൂർണ്ണമായി പിഞ്ചുന്നു. 46:7 മോശയുടെ കാലത്ത് അവൻ ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു. യഹൂനായുടെ പുത്രൻ കാലേബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു. 46:9 ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 6 ലക്ഷം യോദ്ധാക്കളിൽ ഇവർ 2 പേർ മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ. 46:9 കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻ മലപ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. 46:10 കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി. ന്യായാധിപന്മാർ സാമുവൽ 46:11 അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. 46:12 ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. സമ്പൂജ്യരായ അവരുടെ നാമം
പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ. 46:13 കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവേൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരിയുടെ അഭിഷേചിക്കുകയും ചെയ്തു. 46:14 കർത്താവിന്റെ നിയമം അനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി. കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു. 46:15 വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു. വാക്കുകളിലൂടെ വിശ്വാസനായി ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു. 46:16 ശത്രുക്കൾ എല്ലാ വശത്തു നിന്ന് ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു. 46:17 അപ്പോൾ കർത്താവ് ആകാശത്തെ ഇടിമുഴക്കി, അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി. 46:18 ടയറിലെ ജനനേതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയും അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്തു. 46:19 നിത്യനിധിക്ക് മുമ്പായി സാമുവേൽ കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുൻപിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു, ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല, ആരും അവനെ കുറ്റം ആരോപിച്ചില്ല. 46:20 നിദ്ര പ്രാപിച്ചതിനു ശേഷം പോലും അവൻ പ്രവചിച്ചു, രാജാവിനെ അവന്റെ മരണം മുൻകൂട്ടി അറിയിച്ചു. ജനത്തിന്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരം ഉയർത്തി പ്രവചിച്ചു. ഇത്രയുമാണ് 46-ാം അധ്യായം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി വചനം വായിച്ച് ഹൃദിസ്ഥമാക്കുക. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. ഈശോ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.